ഹായ് ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും മാർക്കറ്റ് പൾസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ബീഹാറിൻ്റെ എക്സിറ്റ് പോള് റിസൾട്ട്സ് കംപ്ലീറ്റ്ലി NDA തൂത്തുവാരുന്നതായിട്ടാണ് അവിടെ കാണിച്ചത്. കംപ്ലീറ്റ്ലി ഞാൻ ആ ഒരു ഡേറ്റയുമായിട്ട് ഓക്കെ അല്ല. ആര് വിൻ ചെയ്യുന്നു, ആര് തോൽക്കുന്നു എന്നുള്ളത് കാര്യമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എങ്കിലും അതൊരു ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് അല്ല. അവിടെ ഒരു തൂത്തുവാരൽ നടക്കാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ടും മീഡിയാസ് അങ്ങനൊരു NDA സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ എപ്പോഴും പ്രവചിക്കാറുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് കാണുമ്പോൾ അതങ്ങനെ ആവാനുള്ള സാധ്യത കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ചെറിയ റിസ്കി ഫാക്ടർ കൂടെ ഉണ്ട് എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. NDA തന്നെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റവും നമ്മുടെ മാർക്കറ്റിനകത്ത് വരാനില്ല. ഇൻ കേസ് NDA ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സാധ്യതയുണ്ട്. സോ വലിയ പൊസിഷൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, എങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 3-4 പൊസിഷൻസ് ഉള്ളത് കാരണം HCL ടെക്, KPIT ടെക് എല്ലാം നല്ല സ്റ്റോക്സ് തന്നെയാണ്. എന്നാലും ഈ ഒരു റിസൾട്ട് കാരണം എന്തെങ്കിലും അഫക്റ്റ് ചെയ്താലോ എന്നുള്ളൊരു കൺസേൺ മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി സ്റ്റോക്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്സാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് ആദ്യമേ പറയട്ടെ. അടുത്തത്, ഏറ്റവും മെയിനായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ഒരു ഫോളിനെ കുറിച്ചിട്ടാണ്. ഇന്നലെ നമ്മുടെ ബാച്ച് 12 ഫസ്റ്റ് സെഷൻ, ഫസ്റ്റ് ബാച്ച് ഓഫ് സ്റ്റുഡൻസുമായിട്ട്, ആ ഒരു ബാച്ചിൽ 12 സ്റ്റുഡൻസുമായിട്ടുള്ള ക്ലാസ്സിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ലിറ്ററലി ഞാൻ അതിനെ ഫോക്കസ് ചെയ്തതേ ഇല്ല. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിരുന്നു. ഐ തിങ്ക് ഇന്നലെ ഓൾമോസ്റ്റ് 6:30 മണി അടുപ്പിച്ചൊക്കെ ആയപ്പോഴേക്കും അതിനകത്തൊരു ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് വളരെ നേരത്തെ തന്നെ ഷെയർ ചെയ്ത ഒരു ട്രേഡാണ്. ആ ട്രേഡ് പിന്നീട് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഷെയർ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് രാവിലെ തന്നെ ഒരു ടാർജറ്റ്, ഇത് ഏറ്റവും രാവിലെ ഷെയർ ചെയ്തിരുന്ന ടാർജറ്റും ഇത് സെക്കൻഡ് ടാർജറ്റ് ഉച്ചയ്ക്ക് ശേഷം ഷെയർ ചെയ്തിരുന്ന ഒരു ടാർജറ്റുമാണ്. വൈകുന്നേരം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 36 ഇല്ലെങ്കിൽ ഈ ഒരു 64 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വൈകുന്നേരം ആ ഒരു മൊമെൻറ്റം, അതൊരു 5-5:30 മണിക്കൊക്കെ ആ ഒരു അനാലിസിസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റായിരുന്നു. അതിനുശേഷം ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ ഓൾമോസ്റ്റ് ഒരു 7:30-8 മണി റേഞ്ചിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയും താഴേക്ക് വീഴുന്നിട്ടും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫോളാണ്. പ്രീമിയത്തിനകത്ത് ഓൾമോസ്റ്റ്, ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് ഇടുന്ന 8 മണിക്കാണ്. ഇതിലും താഴെ പോയിട്ടുണ്ടായിരുന്നു. 5198 ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 80 പോയിൻറ്റിന് മേളിലാണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് ഒറ്റ ലോട്ടിന് 8,000 റുപ്പീസിൻ്റെ ഗെയിനാണ് ആ ഒരു ട്രേഡ് അനാലിസിസിൽ വന്നിട്ടുള്ളത്. ഇത് അനാലിസിസ് പറയുമ്പോൾ ഈ ഒരു പ്രൈസ് പറയാമെങ്കിലും റിയലിസ്റ്റിക് മാർക്കറ്റിനകത്ത് നമ്മളൊരു 30 to 40 പോയിൻറ്റ്സ് ആയിരിക്കും മാക്സിമം നമ്മൾ ക്യാച്ച് ചെയ്തിരിക്കുക. ട്രയൽ ചെയ്താൽ പോലും 50-60 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം അപ് ടു ഒരു 4K to 5K ആണ് പെർ ലോട്ടിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. അതിൻ്റെ റീസൺ കൂടെ പറയണം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒപ്പ് കൺട്രീസ് അവരുടേതായൊരു കോൺഫറൻസ് വയ്ക്കാറുണ്ട്, അവരുടേതായൊരു പ്രസ് മീറ്റിംഗ് വയ്ക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് പ്രസ് മീറ്റിങ്ങിനകത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിൽ ഡെഫിസിറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഓയിൽ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാനുള്ള സാധ്യത കുറവാണെന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ഷോർട്ടേജാണ് വരുന്നത്. ഷോർട്ടേജ് ഡിമാൻഡിനെയും പ്രൈസ് ഹൈക്കിനെയും ക്രിയേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു ഫേക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും, പ്രൈസ് ഹൈക്കിന് സാധ്യത കൊണ്ടുവരും. അങ്ങനെ പ്രൈസ് ഹൈക്ക് ചെയ്ത് വന്നിരിക്കുമായിരുന്നു. 5300 റേഞ്ചിൽ നിന്നത് 5500 റേഞ്ചിലേക്ക് കയറിപ്പോയതായിരുന്നു. അപ്പോഴാണ് പുതിയ ഒരു അടുത്ത ലേറ്റസ്റ്റ് ഇന്നലത്തെ മീറ്റിങ്ങിനുള്ളിൽ അവർ പറയുന്നത് ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളത്. അതായത് ഷോർട്ടേജ് വരും എന്ന് വിചാരിച്ച സാധനം ഷോർട്ടേജ് വരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ
ഓവർ പ്രൈസ്ഡ് ആയിട്ട് നിന്ന പ്രൈസ് ഈക്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൈസ് ഇറങ്ങി വരുന്നതാണ് ഇന്നലെ കണ്ടത്. സോ ഒരു 5200 സാധാരണ മുന്നേ നിന്ന ഏരിയയിലേക്ക് അത് തിരിച്ച് വീണ്ടും 5240 റേഞ്ചിൽ നിന്നതാണ്. അത് തിരിച്ച് വീണ്ടും തിരിച്ച് 5240 റേഞ്ചിൽ വന്നു. എന്നാലും ആ ഒരു ഫോളിൻ്റെ കണ്ടിന്യൂറ്റിക്ക് അത് 5200 താഴേക്ക് പോയി എന്നുള്ളതാണ്. സോ അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്. ഫുള്ളി ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തല്ല, ഇത്രയും വലിയൊരു ഫോൾ എക്സ്പെക്ട് ചെയ്തല്ല. ഒരു ട്രേഡിന് ടാർജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ടാർജറ്റിൻ്റെ ഡബിൾ ടാർജറ്റ് വരെ കിട്ടിയ ആൾക്കാരുണ്ട്. അത് 4 ടാർജറ്റോളം പോയിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ക്യാച്ച് ചെയ്തു എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കണം. അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. അത്യാവശ്യം നല്ലൊരു ഗെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു സംഭവത്തിലേക്ക്. നമ്മുടെ നിഫ്റ്റിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, നിഫ്റ്റിയിലും 2 ദിവസത്തിന് മുമ്പ് നമ്മളൊരു ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25,550 മേളിൽ വന്നു കഴിഞ്ഞാൽ 600, 660 ടാർജറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മേളിലേക്ക് കയറിപ്പോയാൽ നമുക്ക് 880, 26,000 റേഞ്ചാണ് നമ്മളവിടെ പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു സെക്കൻഡ്, ഓക്കെ. അപ്പോൾ ആ ഒരു 25,550 മേളിൽ വന്നിട്ട് 26,000 വരെ അത് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും അത് താഴേക്ക് വന്നു. എന്നാൽ മെനഞ്ഞാന്ന് പറഞ്ഞ ആ ഒരു ട്രേഡ് വീണ്ടും ഹാപ്പൻ ചെയ്യുന്നത് ഇത് ഇവിടെയാണ്. തിരിച്ച് അത് ഹാപ്പൻ ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ്. ഇതിനെ ഞാൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്തതിന് ശേഷം 25,660 മേളിൽ വീണ്ടും ക്ലോസ് ചെയ്യുകയും ഈ ഒരു ട്രേഡ് ഇത് ഇവിടെ നിന്നിട്ട് ഇത് റീടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ആ ഒരു മൊമെൻറ്റം കിട്ടി. അത് ലാസ്റ്റിൽ 3 മണി റേഞ്ചിലൊക്കെയാണ് അത് വരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആ ഒരു മൊമെൻറ്റം കിട്ടി എന്ന് കണ്ടതിന് ശേഷം അടുത്ത ദിവസം ഇത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യും. പിന്നെ ബീഹാർ സ്റ്റേറ്റ് ഇലക്ഷൻ്റെ ആ ഒരു എക്സിറ്റ് പോൾ റിസൾട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് അത് മേളിലേക്ക് കയറിപ്പോയി നമ്മുടെ 880 സോണ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു കൺസോൾട്ടേഷൻ റേഞ്ച് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നാളെ റിസൾട്ട് സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ഇത് മേളിലേക്ക് വന്ന് 26,100 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ നിങ്ങൾ കണക്കാക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ റെസ്റ്റ് എടുത്ത ഒരു 25,800 സ്ഥിരം ഞാൻ പറയുന്ന ഒരു ഏരിയയാണ്. 25,800 എന്ന് പറയുന്നത് സപ്പോർട്ട് ഏരിയ. 720 മേളിലേക്ക് 880, 960 റേഞ്ച്. 960 വന്നിട്ടില്ലായിരുന്നു. 940 റേഞ്ചിൽ തന്നെ സെൽ ഓഫ് വന്നു. ഓക്കെ, 960 എന്നുള്ളൊരു റേഞ്ച് നമുക്കവിടെ കീപ്പ് ചെയ്യാം. 960-നും 26,000 റേഞ്ചാണ്. ഈ ഒരു ബോക്സാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം 26,000 അതിന് മേളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിനനുസരിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യുക. നാളത്തെ റിസൾട്ട് സീസൺ ആയത് കാരണം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബയ്യിങ് പ്രൈസിലൊക്കെ നിൽക്കുന്ന ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ ഫണ്ടിൻ്റെ 5%, 10%, 20% ഒക്കെ ആയിരിക്കും ആ സ്റ്റോക്കിനകത്ത് ഇട്ടിരിക്കുക. ആ സ്റ്റോക്ക് വലിയൊരു ക്യാപിറ്റൽ അവിടെ ബ്ലോക്കായിരിക്കുന്നെങ്കിൽ ആ ഒരു അൺസർട്ടനിറ്റിയാണ് ഫ്രണ്ടിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആവും എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ 1-2 സ്റ്റോക്സ്, ഒരു സ്റ്റോക്ക് എങ്ങാണ്ട് അങ്ങനെ കിടപ്പുണ്ട്. ഞാൻ അതിനെ ഇന്ന് ഒഴിവാക്കുന്നുണ്ടാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ അത് എടുക്കാമെന്നുള്ളൊരു സംഭവമുണ്ട്. സോ അങ്ങനെയായിരിക്കും എൻ്റെ കാൽക്കുലേഷൻ. നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. 8.5 മിനിറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. വേറൊരു സംഭവമില്ല. ബ്രേക്കൗട്ട് ഇനി നോക്കുന്ന റേഞ്ചസ് നിങ്ങൾ ഇതിനകത്തൊരു റീടെസ്റ്റ് ഏരിയാസ് 25,800, 720 റേഞ്ചസ്. അതിനുശേഷം മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ 880, 960, 26,100 റേഞ്ചാണ് അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ ലെവൽസ് ഗ്രൂപ്പിനകത്ത് ഞാൻ ഷെയർ ചെയ്തിരിക്കാം. അപ്പോൾ വളരെ നല്ല 2-3 ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ നിൽക്കുന്നത് എന്താണ്, 25,800-ന് മേളിലാണല്ലേ. സോ ഞാൻ പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ നല്ല ട്രേഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് പുതിയ സ്വിംഗ് സ്റ്റോക്സ് ഷെയർ ചെയ്യാം എന്നുള്ളത്. സ്വിംഗ് സ്റ്റോക്ക് ഷെയർ ചെയ്യേണ്ടത് തന്നെയാണ്, ഇന്നലെ തന്നെ ഷെയർ ചെയ്യേണ്ടതാണ്. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് ഫുള്ള് ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 സ്റ്റോക്സ് അവിടെ എൻ്റെ ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം അനാലിസിസിലൂടെ അതിൻ്റെ മുന്നിലേക്ക് കയറിപ്പോകും. എന്നാലും ഞാൻ പറയുന്നത് പറഞ്ഞാൽ എക്സിറ്റ് പോൾ അല്ല അതിൻ്റെ അകത്തുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. റിയൽ പോൾ റിസൾട്ട് എന്ന് പറയുന്നത് നാളെ വരും, വെള്ളിയാഴ്ച വരും. നമുക്ക് തിങ്കളാഴ്ച ഈ സ്റ്റോക്കിനെയോ ഇല്ലെങ്കിൽ മറ്റ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി വരാൻ സാധ്യതയുള്ള മറ്റ് നല്ല സ്റ്റോക്സുകളെ നമുക്ക് മുന്നിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ കാണുന്ന നല്ല പൊസിഷൻസ് ഷെയർ ചെയ്യാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ അനാലിസിസിലും നിങ്ങളുടെ കാൽക്കുലേഷനിലും മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.